വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ എന്നാൽ നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ത്യയിൽ ഏതൊക്കെ ബാങ്കുകളുണ്ട്, അത് ഏതൊക്കെ ടൈപ്പാണെന്നാണ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ള ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ബാങ്കുകളെ പല പല ടൈപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് സെൻട്രൽ ബാങ്ക്, അതുപോലെ തന്നെ എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആൻഡ് പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇങ്ങനെ ബാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അതിലാദ്യം വരുന്നതാണ് ഏത്, സെൻട്രൽ ബാങ്ക് അല്ലേ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, RBI നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. The Reserve Bank of India is the central bank of our country. Each country has a central bank that regulates all other banks in the particular country. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്, എക്സ് എന്നൊരു രാജ്യം, ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, എക്സ് എന്നൊരു രാജ്യം എടുക്കുകയാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ രാജ്യത്ത് എന്താണ്, പല ടൈപ്സ് ബാങ്കുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ പല പല ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ എന്താണ്, ഒരു വ്യക്തി ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആവശ്യമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സെൻട്രൽ ബാങ്ക്. ക്ലിയർ? അങ്ങനെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് ഏതെന്ന് വിളിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് ഏത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെൻട്രൽ ബാങ്ക് ഈസ് ടു ആക്ട് ആസ് ദി ഗവൺമെൻറ് ബാങ്ക് ആൻഡ് ഗൈഡ് ദ റെഗുലേറ്റ് ദ അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. അതായത് എന്താണ്, സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഗവൺമെൻറ് ബാങ്കായിട്ട് പെർഫോം ചെയ്യുക. എന്താണ് ഈ ഗവൺമെൻറ് ബാങ്കായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മറ്റ് ബാങ്കുകളെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകൾക്ക് വേണ്ട നിയമങ്ങൾ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗൈഡിങ് അതർ ബാങ്ക്സ്, മറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇഷ്യൂയിങ് കറൻസി, എന്ത് ചെയ്യുന്നുണ്ട്, കറൻസി ഇഷ്യൂ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇംപ്ലിമെൻറ്റിങ് ദ മോണിറ്ററി പോളിസീസ്, ഇന്ത്യയിൽ മോണിറ്ററി പോളിസീസ് ആവശ്യമാണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ COVID-19 പാൻഡമിക് വന്ന സമയം അല്ലേ, ഈ COVID-19 പാൻഡമിക് വന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഇന്ത്യയിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം സാധനങ്ങളുടെ വില കൂടുകയും പണത്തിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇൻഫ്ലേഷൻ. ആ സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, നമുക്ക് 40,000 രൂപ വരെ വിഡ്രോവൽ ലിമിറ്റ് ഉണ്ടായിരുന്ന ATM കാർഡിൻ്റെ പരിധി എന്ന് വിളിക്കുന്നത് 20,000 രൂപയിലേക്ക് എന്ത് ചെയ്തു, കുറച്ചു അല്ലേ. ഇതൊക്കെ തന്നെയാണ് ഏത്, മോണിറ്ററി പോളിസീസ്. അപ്പോൾ ഏറ്റവും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സൂപ്പർവൈസർ കൂടിയാണ് ആര് എന്ന് വിളിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സൂപ്പർവൈസർ കൂടിയാണ് ആര് എന്ന് വിളിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. In other words, the central bank of the country may also be known as the bankers bank, providing assistance to other bank of the country. അതുപോലെ തന്നെ എന്താണ്, ബാങ്കേഴ്സ് ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ബാങ്കിന്, ഫോർ എക്സാമ്പിൾ SBIക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ലോൺ ആവശ്യമാണ് എന്ന് വയ്ക്കുക, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് പേരിൽ വിളിക്കുന്നുണ്ട്, ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് വിളിക്കുക. ക്ലിയർ? എന്താണ് ബാങ്കേഴ്സ് ബാങ്ക്, അതായത് ബാങ്കുകളുടെ ബാങ്ക് എന്നുള്ള പേരിലും ആരറിയപ്പെടുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജസ് ദ ഫൈനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി, അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഗവൺമെൻറ്, ആരുടെ അണ്ടറിൽ, ഗവൺമെൻറ് സൂപ്പർവിഷൻ്റെ അണ്ടറിൽ. ഓക്കെ, ഇങ്ങനെ പല പ്രത്യേകതകളും ആർക്കുണ്ട്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ RBIക്ക് ഉള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഇത്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. നെക്സ്റ്റ് വൺ ആണ് ഇത്, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ദീസ് ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആക്ട്. അതായത് ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ടും 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്,
കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് യൂണിയൻ ലിസ്റ്റ്. ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഏതെന്ന് വിളിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ പാർലമെൻറ്റും പ്ലസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും കൂടി ഇടപെടാൻ കഴിയുന്ന മേഖലയാണ് കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ് ഏത് എന്ന് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ് ഏത്? കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ആരുടെ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആക്ടിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് മുന്നോട്ട് പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതിനെ പ്രധാനമായിട്ടും 3 ടയറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3 ടയർ സ്ട്രക്ചറാണ് ആർക്കുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. RBIയുടെ നിർദ്ദേശപ്രകാരം ഇവർക്കൊരു 3 ടയർ സ്ട്രക്ചറാണുള്ളത്. ആർക്ക്? കോപ്പറേറ്റീവ് ബാങ്ക്സിൽ. അത് ടയർ 1 എന്ന് വിളിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെവലാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വിളിക്കാം. ഇതിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളാണ് ആരെ റെഗുലേറ്റ് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് എന്ന് പറയുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഫണ്ടിങ് എന്ന് വിളിക്കുന്ന. അല്ലെങ്കിൽ എന്താണ്? ദ ഗവൺമെൻറ് ആൻഡ് നബാർഡ്. അല്ലെങ്കിൽ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും? നബാർഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? മണി ഈസ് ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു പബ്ലിക്. അതായത് എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ നബാർഡോ ആർക്ക് കൊടുക്കും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് കൊടുക്കും. അവരെന്ത് ചെയ്യുന്നു? അത് പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് പറയുന്നത്? ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ്. ഓക്കെ, അതായത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ഓണറിലാണ്, അതുപോലെ തന്നെ എന്താണ്? ടോപ്പ് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നവരാണ്. രണ്ടാമത്തെയാണ് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ള പേരിലും, പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ ടയർ വരുന്ന വില്ലേജ് ലെവൽ. ഇത് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ള പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടയർ സ്ട്രക്ചറാണ് ആർക്കുള്ളതായിട്ട് കാണാൻ പറ്റുക? കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എന്താണ് ഉള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. രണ്ടാമത് വരുന്നതാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലുള്ളവയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇത് ഏത് നിയമത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് 1956 അണ്ടറിലാണ് ഇത് വരുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഏതാണ്? ബാങ്കിങ് കമ്പനീസ് ആക്ട് 1956 അണ്ടറിലാണ് ആര് വരുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വരുന്നത്. ആൻഡ് ദേ ഓപ്പറേറ്റ് ഓൺ എ കൊമേഴ്ഷ്യൽ ബേസിസ് ആൻഡ് ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കാം. നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. അല്ല, ഡെപ്പോസിറ്റ് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഇനി ഈ ഡെപ്പോസിറ്റിൽ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അതും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇനി ഈ ലോണിൻ്റെ ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു 12% അല്ലെങ്കിൽ 8% ഒക്കെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വയ്ക്കുക. അതിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു? സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്കോ അതിൽ അക്കൗണ്ട് ഉള്ളവർക്കോ തിരിച്ചു കൊടുക്കുന്നു അവരുടെ പലിശയായിട്ട്. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ഹാവ് എ യൂണിഫൈഡ് സ്ട്രക്ചർ ആൻഡ് ആർ ഓൺഡ് ബൈ ദി ഗവൺമെൻറ്, സ്റ്റേറ്റ് ഓർ എനി പ്രൈവറ്റ് എൻറ്റിറ്റി. അതായത് എന്താണ്? ഇതിന് അവരുടേതായിട്ടുള്ളൊരു യൂണിഫൈഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇതൊന്നെങ്കിൽ എന്താണ്? ഗവൺമെൻറ് അണ്ടറിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരിക്കാം. അല്ലേ? പ്രൈവറ്റിലും കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ HDFC, ICICI തുടങ്ങിയ കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. ആൻഡ് ദേ ടെൻഡ് ടു ഓൾ സെക്ടേഴ്സ് റാഞ്ചിങ് ഫ്രം റൂറൽ ടു അർബൺ. റൂറൽ ഏരിയാസ് ടു അർബൺ ഏരിയാസിലാണ്. ആൻഡ് ദീസ് ബാങ്ക്സ് ഡു നോട്ട് ചാർജ് കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് അൺലെസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദി RBI എന്നുള്ള മാറ്റ പ്രത്യേകതയാണ് ഇവരുടെ പ്രത്യേകതയാണ്. ആൻഡ് പബ്ലിക് ഡിപ്പോസിറ്റ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ ദീസ് ബാങ്ക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മെയിൻ ഫണ്ടിങ് സോഴ്സ് എന്താണ്? ആളുകൾ ചെയ്യുന്ന ഡെപ്പോസിറ്റുകളാണ് ആരുടെ പ്രധാനപ്പെട്ട ഫണ്ടിങ് സോഴ്സ് എന്ന് വിളിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എന്താണ് പ്രധാനപ്പെട്ട ഫണ്ടിങ് സോഴ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഇനി
കൊമേഴ്ഷ്യൽ ബാങ്കിനെ തന്നെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേതാണ് ഇത് പബ്ലിക് സെക്ടർ ബാങ്ക്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാങ്ക് വേർ ദ മെജോറിറ്റി സ്റ്റേക്സ് ആർ ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓർ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. അതായത് ഇപ്പോൾ ഒരു ബാങ്ക് ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടെങ്കിൽ ഇതിന് 100% ഷെയർ ഉള്ളതെങ്കിൽ 100% ഷെയറിൽ മെജോറിറ്റി ഷെയർസ് ആരുടെ കയ്യിലായിരിക്കണം? ഒന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം. ഒന്നെങ്കിൽ ആരുടെ കയ്യിലായിരിക്കണം? ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെയാണ് ഇത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. എന്താണ്? എ ബാങ്ക് വേർ ദ മെജോറിറ്റി സ്റ്റേക്ക് ഓൺഡ് ബൈ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഓർ എൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇതേപോലെ തന്നെയാണ് ബാങ്കിൻ്റെ ടോട്ടൽ ഷെയർസിൽ ഏറ്റവും കൂടുതൽ ഒന്നെങ്കിൽ ആരുടെ കയ്യിലായിരിക്കണം? ഒന്നെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വലിൻ്റെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ കയ്യിലായിരിക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് മൂന്നാമത് വരുന്നതാണ് ഇത് ഫോറിൻ ബാങ്ക്സ്. എന്താണ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാങ്ക്സ് വിത്ത് ദയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ് ആൻഡ് ബ്രാഞ്ചസ് ഇൻ അവർ കൺട്രി ഫോൾ അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ബാങ്ക്. അതായത് എന്താണ്, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോറിൻ കൺട്രീസിലായിരിക്കും, പക്ഷെ അതിൻ്റെ ബ്രാഞ്ചുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഫോറിൻ ബാങ്ക്സ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫോറിൻ ബാങ്കുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇത് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമായിട്ട് കൊണ്ടുവന്നാണ് ഇത് റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRB എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. എന്താണ്? ദീസ് ആർ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ദാറ്റ് പ്രൊവൈഡ് കൺസെഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ സെക്ടേഴ്സ്. അതായത് എന്താണ്, ലോൺ കൊടുക്കുക ആർക്കാണ്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. രണ്ട് കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും നോക്കുക. ഒന്നെങ്കിൽ ലോൺ കൊടുക്കുന്ന ആൾക്കായിരിക്കും അഗ്രികൾച്ചർ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? റൂറൽ ഏരിയ ഡെവലപ്മെൻറ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഇനി RRB എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കും കൂടി ചേർന്ന് നടത്തുക. അതായത് ഇതിൽ 50% ഫണ്ട് എന്ന് വിളിക്കുന്ന ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. 15% ഫണ്ട് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ബാക്കി 35% ഫണ്ട് ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള RRB. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എടുത്ത് നോക്കാം. കേരളത്തിലുള്ള RRB ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം, കേരള ഗ്രാമീൺ ബാങ്കാണ്. ഇനി കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കോമ്പോസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 50% എന്ന് വിളിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. പിന്നെ 15% ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, പിന്നെ വരുന്ന 35% എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഏതാണ്? കാനറ ബാങ്കാണ്. ക്ലിയർ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. 196 RRBs ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം 1987 ടു 2005. ഏകദേശം 1987 മുതൽ 2005 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം 196ഓളം RRBs എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രം 2005 ഓൺവേർഡ്സ് ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ദ മെർജർ ഓഫ് RRBs, ദസ് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് RRBs ടു 82. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? 2005 ഗവൺമെൻറ് ഇതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? മെർജ് ചെയ്യാൻ തുടങ്ങുകയും പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? 82 കുറയ്ക്കുന്നതൊക്കെ ആയിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ 196 നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? 82 കുറയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1 RRB cannot open its all branches in more than 3 geographical connected district. എന്താണ്? ഒരു RRBക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ബ്രാഞ്ചസ് 3ൽ കൂടുതൽ ജിയോഗ്രഫിക്കൽ കണക്റ്റഡ് ഡിസ്ട്രിക്റ്റിലേക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ എന്താണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി പിന്നെ വരുന്നതാണ് ഇത് ലോക്കൽ ഏരിയ ബാങ്ക്സ്, LAB, ലാബ്. 1996 എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ആശയത്തിന് എന്ത് ചെയ്യുന്നത്? നമ്മൾ തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി
ദീസ് ആർ ഓർഗനൈസ്ഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. ഇത് ആരാണ് തുടങ്ങുന്നത്? ഇതിന് തുടക്കം കുറിക്കുന്ന ആരാണ്? പ്രൈവറ്റ് സെക്ടറാണ്. ആൻഡ് ഏർണിംഗ് പ്രോഫിറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക്സ്. എന്ത് ചെയ്യുക? ലോക്കൽ ഏരിയ ബാങ്ക്സ് ആയി നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? പ്രോഫിറ്റുകൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ലോക്കൽ ഏരിയ ബാങ്ക്സ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നിലവിൽ നമുക്ക് 4 ലോക്കൽ ഏരിയ ബാങ്കുകളാണുള്ളത്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൗത്ത് ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഏത്? സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം, ഓക്കെ, എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച്. അവർക്ക് ഒരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ടാവും. ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം എന്താണ് നിലകൊള്ളുന്ന ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് എന്ന് വിളിക്കുന്നത്? സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. നമുക്ക് നോക്കാം എന്താണ് ഈ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സാമ്പിളാണ് സിഡ്ബി. എന്താണ് സിഡ്ബിയുടെ ലക്ഷ്യം? ലോൺസ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഓർ ബിസിനസ് ക്യാൻ ബി ടേക്കൺ ഫ്രം സിഡ്ബി. ഫൈനാൻസിങ് സ്മോൾ ഇൻഡസ്ട്രീസ് വിത്ത് ദ മോഡേൺ ടെക്നോളജി ആൻഡ് എക്യുപ്മെൻറ്റ് ഈസ് ഡൺ വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് ബാങ്ക്. അതായത് എന്ത് ചെയ്യുക? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രൊവൈഡ് ചെയ്യുക? ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അവർ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ആരുടെ ലക്ഷ്യം? സിഡ്ബിയുടെ ലക്ഷ്യം അല്ലേ? അപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള ബാങ്കുകൾ ഇതിന് മാത്രമല്ല പല പല കാര്യങ്ങൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ സിഡ്ബി എന്ന് പറയുന്ന ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. അതായത് എന്താണ്? ഇവരുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. സോ ഇതാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? സിഡ്ബിയുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തരം ബാങ്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഈ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് ഇത് എക്സിം ബാങ്ക്. എന്താണ് എക്സിം ബാങ്ക്? എക്സിം ബാങ്ക് സ്റ്റാൻഡ്സ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക്. ഓക്കെ, എക്സിം ബാങ്ക് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ടു ഗെറ്റ് ലോൺസ് ഓർ അതർ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വിത്ത് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ബൈ ഫോറിൻ കൺട്രീസ് ക്യാൻ ബി ഡൺ ത്രൂ ദിസ് ടൈപ്പ് ഓഫ് ബാങ്ക്. അതായത് എന്താണ്? ഈ എക്സ്പോർട്ടുകൾക്ക് ഇമ്പോർട്ടുകൾക്ക് എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അതാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? എക്സിം ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് നബാർഡ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എന്താണ് പറയുന്നത്? ടു ഗെറ്റ് എനി കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ റൂറൽ ഹാൻഡിക്രാഫ്റ്റ് വില്ലേജ് ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ക്യാൻ ടേൺ ടു നബാർഡ്. അതായത് എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ റൂറൽ ഹാൻഡിക്രാഫ്റ്റ് അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ എന്താണ് ലക്ഷ്യം എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് ഏതിൻ്റെ ലക്ഷ്യം? ഇത്തരം ബാങ്കുകളിൽ എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏത്? സ്മോൾ ഫൈനാൻസ് ബാങ്ക്. എന്താണ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്? അറ്റ് ദ നെയിം സജസ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് ബാങ്ക് ലുക്സ് ആഫ്റ്റർ ദി മൈക്രോ ഇൻഡസ്ട്രീസ്, സ്മോൾ ഫാമേഴ്സ് ആൻഡ് ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് സൊസൈറ്റി പ്രൊവൈഡിങ് ദം വിത്ത് ലോൺസ് ആൻഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. അതായത് പ്രധാനമായിട്ടും എന്താണ്? ഈ മൈക്രോ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സ്മോൾ ഫാമേഴ്സ്, അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ബാങ്കുകൾ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സെൻട്രൽ ബാങ്കാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഇത് പേയ്മെൻറ്റ്സ് ബാങ്ക്. ഏറ്റവും പുതിയ കൺസെപ്റ്റാണ് ഇത് പേയ്മെൻറ്റ്സ് ബാങ്ക്. അതായത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഒരു രാജ്യത്ത് എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ് ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഈ ആളുകളെയൊക്കെ ബാങ്കിങ് സെക്ടറിൻ്റെ ഭാഗമാക്കുന്നതിനൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ആ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആശയം ആര് അവതരിപ്പിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI അവതരിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഫോം ഓഫ് ബാങ്കിങ് ദ പേയ്മെൻറ്റ്സ് ബാങ്ക് ഹാസ് ബീൻ കൺസെപ്ച്വലൈസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ആശയമാണ് ഇത് ഈ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നത്.
അതായത് എന്ത് ചെയ്യാം, ഈ പേയ്മെൻറ്റ്സ് ബാങ്കുകൾ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഡിപ്പോസിറ്റ് ചെയ്യാം. ഏകദേശം 2 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരം ബാങ്കുകൾ ഒരിക്കലും ലോണുകളോ അല്ലെങ്കിൽ ക്രെഡിറ്റുകളോ എന്ത് ചെയ്യാറില്ല, പ്രൊവൈഡ് ചെയ്യാറില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഉദാഹരണമായിട്ട് ഓൺലൈൻ ബാങ്കിങ്, അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ ATM, ഡെബിറ്റ് കാർഡൊക്കെ എന്ത് ചെയ്യും, ഇവർ ഇഷ്യൂ ചെയ്യും. ഉദാഹരണമായിട്ട് കുറച്ച് കാലം മുമ്പ് PayTM പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ടായിരുന്നു അല്ലെ, ഈ അടുത്ത കാലത്താണ് അതിനെ ബാൻ ചെയ്തത് അല്ലേ. പക്ഷേ ഈ PayTM പേയ്മെൻറ്റ്സ് ബാങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് 2 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം. അവർ ചിലപ്പോൾ ഡെബിറ്റ് കാർഡ് തരും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോൺ എടുക്കാൻ പറ്റില്ല. അതായത് ഒരു ബാങ്കിങ് ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഏതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, ഇത്തരം ബാങ്കുകളുടെ എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടി കൊണ്ടുവന്ന കൺസെപ്റ്റാണ് ഇത് ഈ പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ളത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ജിയോ പേയ്മെൻറ്റ് ബാങ്ക്, പിന്നെ ഉണ്ടായിരുന്ന PayTM പേയ്മെൻറ്റ് ബാങ്ക് ആയിരുന്നു. പക്ഷേ നമുക്കറിയാം എന്ത് ചെയ്തു, 2024 ഫെബ്രുവരി 29 ഇവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് എന്താണ് ലംഘിച്ചതിനെ തുടർന്നായിരുന്നു അത്. ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നിലവിൽ എന്തായാലും ഇത് പ്രവർത്തിക്കുന്നില്ല. പിന്നെ വരുന്നതാണ് ഇത് NSDL പേയ്മെൻറ്റ് ബാങ്ക്. ഇത്രയും പേയ്മെൻറ്റ് ബാങ്കുകളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ എത്ര ബാങ്കിങ് ടൈപ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബാങ്കിങ് ടൈപ്പുകളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, താങ്ക് യു.